ഹായ് ഗായ്സ്, ഗുഡ് ഈവനിങ്. ഞങ്ങളെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് ഒരു ബം ഷൂട്ടിന് വേണ്ടിയിട്ട് പോവാണ്. ബേബി ബം, അങ്ങനെ പറയും, ബേബി ബം ഷൂട്ട്. അതിന് വേണ്ടിയിട്ട് പോവാണ് ഞങ്ങൾ. നമ്മുടെ നാട്ടിൽ തന്നെയാണ് തിക്കോടി ബീച്ച്. പക്ഷെ കുറച്ച് ഫേമസ് അല്ല, ഭയങ്കര ഫേമസ് ആണ്. ഈ അടുത്ത് ഭയങ്കര അപകടങ്ങളൊക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ്. ഗായ്സ്, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ആരെയോ കല്യാണത്തിന് പോയിട്ട് കാറ്റടിക്കാനുള്ള പരിപാടി അവർ പറഞ്ഞോണ്ട്. ഞാൻ അങ്ങനത്തെ കല്യാണത്തിനെ നോക്കില്ല. ഫുള്ള് കല്യാണത്തിന്റെ ദിവസം തോന്നില്ല. ഐഡിയ ഞാൻ ഇന്ന് വീഡിയോ എടുക്കാനുള്ള പ്ലാനിങ് ഒന്നുമില്ല. ഇപ്പൊ ഇവർ വീഡിയോ എടുക്കുന്ന കാര്യം ചോദിച്ചപ്പോഴാണ് ഞാൻ ഓക്കെ എന്നാ ഒരു വീഡിയോ എടുത്തേക്കാം വന്നത്. ഇതാണ് എന്റെ അനിയൻ ആനന്ദ് വിക്കെ, കണ്ണു പൊത്തി കളിക്കുന്ന ആനന്ദ് വിക്കെ. ഇതാണ് കിങ്ങിണി കിണ്ണി എന്ന് പറയുന്നത് ഞങ്ങൾ. ഇത് നിങ്ങൾ കണ്ടിക്കല്ലോ കഴിഞ്ഞ വ്ളോഗിലൊക്കെ. ടിൻഡു. ഇതാണ് നമ്മള് നായിക, കഥാനായിക. ആ, അതായത് കഥാനായികയുടെ മകനുണ്ട് ലിച്ചു, ലൈഫ ലിച്ചു. എല്ലാം ഒപ്പിച്ച് വെച്ച ആശാൻ ഇതാ വളർന്ന് വണ്ടി ഓടിക്കുന്നു. മിസ്റ്റർ അഭിജിത്ത്. തിക്കോടി ജംഗ്ഷൻ വരുന്നത്. കുറച്ച് ഭയങ്കര പാടാണ്. അവിടെ റോഡ് പണിയൊക്കെ ഉള്ളതിനെ കൊണ്ട് ഭയങ്കര പാടാണ്. വണ്ടിയൊക്കെ അങ്ങോട്ട് വരുമ്പോഴാണോ അങ്ങോട്ട് പോകുമ്പോഴേക്കും ഞാൻ കുട്ടേട്ട വഴിയില് ഞാൻ ഒറ്റയ്ക്ക് മുന്നിൽ ഞാനും എന്റെ വീട്ടിലേക്ക് പോവാണ്. ഗൈസ്, എന്റെ ഹസ്ബൻഡിന്റെ വീട് എവിടെയാണ്? ഹസ്ബൻഡിന്റെ വീട് എവിടെയാണ്? അതെ, എന്താ വെച്ചാൽ മൈ വീട്, മൈ ഹൗസ്, മൈ ഇൻ ഹൗസ്. ഹോട്ടൽ. ബീച്ചിലേക്കാണ് ഇത്. ഇതാണ് ബീച്ചിലേക്കുള്ള. അല്ല, ഇത് നേരക്ക് പോയാലും എന്റെ വീട്ടിലേക്ക് ഇൻ ഹൗസ്. ഇതെന്തിനാണ് ഇങ്ങനെ മിന്നിക്കുന്നത്? ഗായ്സ്, ഇതാണ് നമ്മളുടെ തിക്കോടി ബീച്ച്. ഇത് ആംബുലൻസ് അല്ലേ, തിക്കോടി ബീച്ചാണിത്. വണ്ടി ചിലപ്പോ ബീച്ചിലേക്ക് ഇറക്കാൻ പറ്റില്ല, എവിടെയാണെങ്കിൽ നിർത്തിയിറങ്ങി വരും കേട്ടോ. ഇവിടെ കടയൊക്കെ ഉള്ളതിനെ കൊണ്ട് അങ്ങനെ പിന്നെ ഓല് എത്ര സ്ട്രിക്റ്റ് ആക്കി ഉണ്ടാവില്ലായിരിക്കും. കാരണം ബീച്ചിലേക്ക് വണ്ടി ഒന്നും ഇറക്കിക്കില്ല, നമുക്ക് ഇവിടെ നിർത്തിയിടാം. ഇറക്കിക്കല്ലോ, വേണ്ട, വെറുതെ റിസ്ക് എടുത്തിട്ട് നമ്മള് തെങ്ങിന്റെ മൊണ്ടൊക്കെ നിർത്തിയിരുന്നു. വണ്ടി ഇറക്കിയിട്ടല്ല, അതായത് ഒരു വെള്ളത്തിലേക്ക് നടന്നിറങ്ങിയിട്ടത്. പക്ഷെങ്കില് ഉണ്ടായിരുന്നു, ഇറക്കുന്നില്ല എന്ന് പറഞ്ഞു. ആ, അത് തന്നെ.
മണ്ണാ ചേട്ടാ, താന്നു പോവോ? അവിടെ വെച്ചോ, അവിടെ വെച്ചോ. ഒന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ വീഡിയോ ഇടിച്ചും പൊട്ടിച്ചിട്ടാന്നല്ലാതെ. ഇതാണ് ഞങ്ങള് ബീച്ചിലേക്കാണ് പോകുന്നത്. പിള്ളേരെന്താ പോലീസിനെ കണ്ടിട്ടല്ല പിള്ളേർ ഓടി വണ്ടിയൊക്കെ തള്ളിയിട്ടിട്ട് ഓടിയത്. ഇവിടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, 4 പേര് മരിച്ചിട്ടുണ്ടായിരുന്നല്ലോ കൽപ്പറ്റയെന്ന് വന്നിട്ട്, വയനാട്ടിലെ കൽപ്പറ്റയെന്ന് വന്നിട്ട് 4 പേര് മരിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിനുശേഷം ഭയങ്കര സ്ട്രിക്റ്റ് ഉണ്ട്. അതുകൊണ്ട് അധികം വെള്ളത്തിലൊന്നും കീഴാനുള്ള പെർമിഷൻ ഉണ്ടാവുമെന്ന് അറിയില്ല. ഒരുപാട് പോലീസുകാരൊക്കെ ഉണ്ട് ഇവിടെ, നല്ല നാട്ടുകാരുണ്ട്. അങ്ങനത്തെ ഇതിന് മുന്നേ ഇങ്ങനത്തെ ഈ സംഭവത്തിന് മുന്നേ ഇവിടെ ബീച്ചിലേക്ക് വണ്ടിയൊക്കെ ഇറക്കിയിട്ട് സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ നടത്താറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാം കുറച്ച് സ്ട്രിക്റ്റ് ആക്കിയതാണ്. അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയല്ല, അങ്ങനെയാണ്. ഇതാണ് ഞങ്ങൾ ബീച്ചിൽ കാണുന്നുണ്ടോ? ഹായ് വരാം. ഹായ്. ഗായ്സ്, ഇതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ, എൻ്റെ അനിയൻ. അവനാണ് ഫോട്ടോഗ്രാഫർ. ഇപ്പോൾ ലിച്ചുവിൻ്റെ ഫോട്ടോസാണ് എടുക്കാൻ വന്നേ. ലിച്ചുവിൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്, പിന്നെ ഇവരെ ആനിവേഴ്സറി വരുന്നുണ്ട്, എല്ലാം ഒരുമിച്ചാണ്. ഇതുണ്ടോ പോലീസ് ഇങ്ങനെ എപ്പോഴും റൗണ്ട് ചുറ്റുന്നുണ്ട്, എന്താണെന്ന് നോക്കുന്നുണ്ട്. രണ്ടാൾ വിദൂരതയിലേക്കതാ പോകുന്ന. ഇവിടെ ഒരു പട്ടിക്കുട്ടനെ കണ്ടു. 2 പട്ടിക്കുട്ടന്മാർ കളിക്കുന്നുണ്ട്. അച്ഛന 2 പട്ടിക്കുട്ടന്മാരെ കളിക്കുന്നത് കാണിച്ചു തരാലോ. ഈ പട്ടിക്കുട്ടന്മാർ ഓടിക്കളഞ്ഞു വേണ്ടേ. അയ്യോ, ഇതിൻ്റെ ഒരു കാലിന് എന്തോ പറ്റിയിട്ടുണ്ട്. അയ്യോ, വൈറ്റ് കളറിൽ തന്നെ കണ്ണ് നല്ല രസമുണ്ട്, പൂച്ചക്കണ്ണ് മാതിരിയുണ്ട്. അമ്മ എന്തെന്നാ അങ്ങനെ പറയാ, ഒരു ബ്രൗൺ കളറിലുള്ള നമ്മളെ മദർ ടു ബി. എന്തെങ്കിലും ഫോട്ടോഷൂട്ടിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? എന്തായാലും സൂപ്പർ ഫോട്ടോസാണ് ജനിയ എടുത്തു കൂട്ടുന്നത്. ലിച്ചൂസിൻ്റെ ഫോട്ടോ എടുക്കുന്നത്. ലിച്ചുവിൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. പോസൊക്കെ തരുന്നുണ്ട് കുട്ടി. ഇതാണ് കൊച്ചിൻ്റെ തന്ത, മീൻസ് കൊച്ചിൻ്റെ അച്ഛാ. എന്തെങ്കിലും പറയാനുണ്ടോ? വിക്ടറി രണ്ടാമത്തത്. നിങ്ങൾക്ക് ഫോട്ടോഷൂട്ടിനെ കുറിച്ച് എന്താ പറയാനുണ്ടോ? ഗായ്സ്, കിങ്ങിണിയാണ് വ്ളോഗ് എടുക്ക് എന്നെ വ്ളോഗിൽ ചേർക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉയ്യാറുണ്ടാക്കിയത്. അച്ഛൻ്റെ ഇവിടേക്കാണ് ശരിക്ക് നീ ഞങ്ങൾക്ക് വിരിച്ചിട്ട് നല്ല പോലെ ഇങ്ങനെ നടക്കണ്ട, അവിടെ നിന്നാ മതി. അപ്പിട്ട് നടക്കുന്നതിനോട് ലിച്ചുവിനെ ഫോട്ടോ എടുപ്പിക്കാൻ കുറച്ച് പാടാ. അമ്മേന്റെ വിക്ടറി സംഭവം ഓപ്പോസിറ്റ് ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് കണ്ണ് തുറക്കാനും ഭയങ്കര പാടുണ്ട്, നല്ല വെളിച്ചമുള്ളതിനെ കൊണ്ട്. ഫോട്ടോസ് ഒന്നും നോക്കട്ടെ. കണ്ണ് തുറക്കുന്നില്ല ഒന്നിലും. നല്ല ഫോട്ടോസാണ് ഇട്ടിട്ടുള്ളത്, അടിപൊളി ഫോട്ടോസാണ്. വ്ളോഗാ
വണ്ടിയൊക്കെ ചെറുതായിട്ട് ഇറങ്ങുന്നത് ആ അറ്റത്തൊരു പിന്നെ പച്ചപ്പ് കാണുന്നില്ല, അങ്ങോട്ടേക്കാണ് നമ്മൾ ഇവനി പോകാൻ പോകുന്നത്. ബീച്ചിൽ കൂടെ മറന്നു പോയപ്പോഴേ കൈസിങ്ങൾ ഇവിടെ കാണുന്നുണ്ടല്ലോ, അവിടെ പാരാഗ്ലൈഡിങ് ഒക്കെ നടത്തുന്നുണ്ട്. ആ വണ്ടി അത് താഴേക്ക് ഇറങ്ങുന്ന കാണുന്നുണ്ടോ? ഇത് ബീച്ചിലേക്കുള്ള വേറൊരു പൈൻ അറിഞ്ഞിട്ടില്ല ഇയാള് പൈൻ എന്നാ പറയുക, മറ്റേ കാറ്റാടി പറഞ്ഞ സ്ഥലമാണ്. ചെറിയൊരു വ്യൂ കണ്ട് നല്ല ഇടം കാണിച്ചു. നമുക്ക് തിരിച്ചു പോകാനുള്ള സമയമാക്കി. കാരണം വീട്ടിൽ നിന്ന് അമ്മമ്മേൻ്റെ കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് അമ്മമ്മേൻ്റെ ആണ്ടായിരുന്നു, അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള കൊടുക്കുകയൊക്കെ ഉണ്ട്. അപ്പോൾ നേരത്തെ വീട്ടിലെത്തണം. പിന്നെ അമ്പലത്തിൽ നമുക്ക് ഒരു ചടങ്ങുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടും നേരത്തെ എത്തുന്നതാണ്. അപ്പോൾ നമ്മളിവിടുന്ന് ഇപ്പോൾ സൺസെറ്റ് ഏകദേശം ആവാറായിട്ടുണ്ട്. അപ്പോൾ വേഗം വീട്ടിലേക്ക് തിരിക്കുന്ന, അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന വ്ളോഗൊന്നും കാണിക്കുന്നില്ല എന്തായാലും. അപ്പോൾ ഗൈസ് ബൈ.